രണ്ട് ദിവസമായി ഞാൻ കാണുന്നത് നമ്മുടെ നാടൻ ചെമ്പരത്തി അല്ല കേട്ടോ. ഇത് അല്ലാത്തൊരു കുഞ്ഞൊരു റോസ് കളറിലൊരു ചെമ്പരത്തിയാണ്. അത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു തൈ അത് ഞാനിങ്ങനെ വെട്ടി ഇങ്ങനെ കൊഞ്ചിച്ച് നിർത്തിയിരിക്കുമായിരുന്നു. ഇതിന് മുന്നേയും ഈ ചെമ്പരത്തിക്ക് ഇതേ അസുഖം വന്നിട്ടുണ്ട് കേട്ടോ. ഫംഗസ് ഇങ്ങനെ വരുന്നത് എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അന്ന് ഒരു മരുന്ന് ഉപയോഗിച്ചാണ് ഇത് കളഞ്ഞത്. ഇന്നും അതേപോലെ തന്നെ വന്നിരിക്കുക കേട്ടോ. എല്ലാ ശിഖരത്തിലും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ചെമ്പരത്തിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാവേ. മരുന്ന് ഞാൻ കാണിച്ചിട്ടാണ്. നമുക്കിത് നന്നായിട്ട് ആദ്യം ഇതിനെ നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാൻ കുറേ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ചില കമ്പിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല, കുളിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളം തോരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഞാൻ കുറേ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാലേ നമുക്ക് നന്നായിട്ടാക്കാൻ പറ്റൂ. കാരണം ഒത്തിരി നമ്മൾ ഇതാക്കിയാൽ അതിൻ്റെ പൂവൊക്കെ പോയി പിന്നെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രധാന ആയുധം എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഈ ഫ്ലോറഡൈറ്റ് ഡയറ്റ് ഡോക്ടർ നീം, ഇത് ഇഫ്കോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ കേട്ടോ. ഇത് അറിയുന്നത് TG ഗാർണർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ മരുന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ ചെടികൾക്കും ഇങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചെടികൾക്കുണ്ടാകുന്ന ഫംഗസിന് മാത്രമല്ല, ഫ്ലവറിങ് പ്ലാന്റിനും എല്ലാം നല്ല രീതിയിൽ ചെടികൾക്ക് വളർച്ച ഉണ്ടാകാനൊക്കെ 3 എണ്ണമാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. കാരണം എല്ലാവർക്കും അറിയാം, എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. എനിക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ നല്ലൊരു സംഭവമായിട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം ഇതുപോലെ ഇതിന് ഫംഗസ് വന്നപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തത് കേട്ടോ. നല്ല റിസൾട്ടായിരുന്നേ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഈ ചെമ്പരത്തിക്ക് മാത്രമേ ഉള്ളൂ. ഈ ചെമ്പരത്തിയിൽ നിന്ന് വേറൊരു ചെടിയിലേക്ക് ആ ഫംഗസ് പകരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. കാരണം ഇത് ഈ നാടൻ ചെമ്പരത്തി അല്ലാത്ത ചെമ്പരത്തികൾക്ക് വരുന്ന ഒരു അസുഖമാണ്. നാടൻ ചെമ്പരത്തിക്കും വരുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വേറെ ഉണ്ട്, അങ്ങനൊന്നും വന്നിട്ടില്ല. ഇതിന് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ വട്ടമായിട്ടോ എൻ്റെ ചെമ്പരത്തിക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ബൈ.